ഇനി പറയാൻ പോകുന്ന മധ്യപ്രദേശിലെ ഈ പണത്തിനോടുള്ള ആർത്തി മൂത്താൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അതിലൊന്നാണ്, അതായത് ഈ സാധാരണ നിർമ്മാണ തൊഴിലാളികൾ മറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ മരണം സംഭവിച്ചാലോ ഒക്കെ അവർക്കൊരു നിശ്ചിത തുക നൽകുന്നൊരു ക്ഷേമനിധി ബോർഡൊക്കെ മധ്യപ്രദേശിലുണ്ട്. അപ്പോൾ ആ പണം തട്ടാൻ വേണ്ടി ഒരു കുഴപ്പവുമില്ലാതെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നവരിൽ മരണ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്നുവെന്നാണ് പലരും. ഇതൊക്കെ കുറേ കഴിയുമ്പോഴാണ് തങ്ങൾ രേഖകളിൽ മരിച്ചവരാണ് എന്ന് പോലും തിരിച്ചറിയുന്നത്. അങ്ങനെ കുറേയേറെ തട്ടിപ്പുകൾ നടന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിനെക്കുറിച്ച് നമ്മളോട് അനൂപ് ദാസ് പറയും ഡൽഹിയിൽ നിന്ന്. അനൂപേ, മനുഷ്യന് പൈസയോടുള്ള ആർത്തി എത്രത്തോളമാണെന്ന് പല പല സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നുണ്ട്. അതിനൊരു ഒരു പരിധിയുമില്ല, അതിരുമില്ല. ഇതിപ്പോൾ ഈ പാവം നിർമ്മാണ തൊഴിലാളികളൊക്കെയാണ്, അവർക്ക് ആകെ കിട്ടുന്ന അവരുടെ കുടുംബത്തിനൊക്കെ കിട്ടുന്ന ഒരു സഹായമാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള തുകയൊക്കെ. അതുപോലും തട്ടിച്ചെടുക്കുന്ന ആർത്തി പണ്ടാരങ്ങൾ തന്നെ അവിടെ ഉണ്ട്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്? ആർക്കൊക്കെയാണ് ഇതിൽ പങ്ക്? ദിവിഷ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആർത്തി പണ്ടാരങ്ങൾ. യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടത്തിയ ആളുകളെ വിശേഷിപ്പിക്കാൻ ഏറ്റവും യോജ്യമായ വാക്കാണത്. ഇത് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത് നോക്കാം. അതായത് അസംഘടിത മേഖലയിൽ ഒരുപാട് തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തുണ്ട്. സംഘടിത മേഖലയിലുള്ള തൊഴിലാളികളെക്കാൾ എത്രയോ ഇരട്ടിയാണ് അവരുടെ എണ്ണം. അതായത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ എല്ലായിടത്തും നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, അതല്ലെങ്കിൽ വഴിയോര കച്ചവടം തുടങ്ങിയിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ. ഈ ആളുകൾക്ക് ഇപ്പോൾ മറ്റ് പല ഉദ്യോഗത്തിലും, ഇപ്പോൾ സർക്കാർ ഉദ്യോഗത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഒക്കെ ഉദ്യോഗസ്ഥലോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ഉറപ്പുള്ള ജോലിയുള്ള ആൾക്കാർക്കൊക്കെ അവസാനം റിട്ടയർഡായി പോകുമ്പോൾ ലഭിക്കുന്ന പെൻഷനോ അതല്ലെങ്കിൽ മറ്റ് ഗ്രാറ്റുവിറ്റി തുടങ്ങിയിട്ടുള്ള യാതൊരു ആനുകൂല്യവും ഇല്ലാത്ത ആളുകളാണ്. ഇവർക്കുള്ള ആനുകൂല്യം എന്താണ്? ഇവർക്കുള്ളത് ക്ഷേമനിധി ബോർഡുകളുണ്ട്. നമ്മുടെ കേരളത്തിലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, അതേപോലെ മധ്യപ്രദേശിലുണ്ട്. ഇങ്ങനെ ഈ ക്ഷേമനിധി ബോർഡ് ഈ തൊഴിലാളികൾ ആരെങ്കിലും ഈ ജോലിക്കിടയിൽ മരിച്ചാലോ അതല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി മരിച്ചാലോ ഒക്കെ ഒരു തുക നൽകുന്നുണ്ട്. 2 ലക്ഷം രൂപയാണ് ഇങ്ങനെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് കൈമാറുക. അപ്പം ഈ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരും അവർക്ക് കൂട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്തെന്ന് അറിയോ? അവർ ഈ തൊഴിലാളികൾ മരിച്ചു എന്ന് വ്യാജരേഖ ഉണ്ടാക്കി സമർപ്പിച്ചു. അവർ തന്നെ പ്രത്യേക ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന തൊഴിലാളികൾക്ക് അവർ മരിച്ചു എന്ന് പറഞ്ഞ് രേഖ ഉണ്ടാക്കി ഈ 2 ലക്ഷം രൂപ വീതം തട്ടിയെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഭോപ്പാലുള്ള പല ചേരികളിലെയും മനുഷ്യരെടുത്ത് ഇതിൻ്റെ രേഖകളുമായി ന്യൂസ് റിപ്പോർട്ടർമാർ ചെന്നപ്പോൾ അവർ പറയുന്നത്, ഞാനിതാ ജീവനോടെ ഉണ്ട്, ജീവനോടെയുള്ള എന്നെയാണോ കൊന്നിവർ പണം വാരി കൊണ്ടുപോയത് എന്ന് ചോദിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇങ്ങനെ തൊഴിലാളിയുടെ കുടുംബത്തിൽ മകൾക്കോ മകനോ ഒക്കെ കല്യാണം ഉണ്ടാകുമ്പോൾ 51,000 രൂപ നൽകുന്ന ഒരു സ്കീം കൂടി ഇതിലുണ്ട്. പക്ഷേ നിരവധി പേരുടെ വീടുകളിൽ കല്യാണം നടന്നു, അതിൻ്റെ രേഖകൾ സമർപ്പിച്ചിട്ടും പണം ലഭിച്ചിട്ടില്ല, പക്ഷേ പണം വാങ്ങിപ്പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ തട്ടിപ്പ്. ഇവരെ ആർത്തി പണ്ടാരം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഈ തട്ടിപ്പ് നടത്തിയ ആളുകൾ പ്രധാനികൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് ഗ്രാറ്റുവിറ്റി ഉണ്ട്, അവർക്ക് പെൻഷനുണ്ട്, എല്ലാ ആനുകൂല്യവും ഉണ്ട്.